ഹായ്, ഇന്ന് നമുക്ക് ഈ റെയിൻബോ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. ഇതിനാവശ്യമുള്ളത് ബീഡ്സ്, ഹെഡ് പിൻ, ചെയിൻ, ലോക്ക്, ജംറിങ്സ്, കുറച്ച് വലിയ സൈസ് ജംറിങ്സ്, ഇതുപോലെ ടൂൾസ്, എന്നിട്ട് ഈ ഗ്രീൻ ലീവ്സ്. ആദ്യം നമുക്ക് ഈ ചെയിൻ ഒന്ന് അളന്നിട്ട് എടുക്കാം. ഞാൻ എൻ്റെ കൈയുടെ സൈസിനാണ് എടുക്കുന്നത്. ഇത് ഇതുവരെ എടുത്തിട്ട് കുറച്ച് നമുക്ക് ഹാങ്ങിങ്സിനും ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ജംറിങ്സ് എടുക്കാം, എന്നിട്ട് അതൊന്ന് ലൂസാക്കി കൊടുക്കണം. ഇനി അതിൽ നമുക്കൊരു ലോക്ക് എടുത്തിട്ട് കൊടുത്തതിന് ശേഷം അതങ്ങനെ ആ ചെയിനിൻ്റെ ഒരു എൻഡിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഹെഡ് പിന്നാണ് എടുക്കേണ്ടത്. ഹെഡ് പിൻ എടുത്തതിന് ശേഷം ഒരു ബീഡ് എടുത്ത് അതിലൊന്ന് കോർത്തെടുക്കാം. ഇനി പ്ലെയർ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് അങ്ങനെ വളച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്തത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതങ്ങനെ കൊണ്ടുപോയി ഈ ചെയിനിൻ്റെ എൻഡിൽ നിന്നും നാലാമത്തെ ആ ലെയറിലാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, കുറച്ച് ചേർന്ന് വരണമെങ്കിൽ നിങ്ങൾ അടുത്തടുത്തായിട്ടും ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ നാലാമത്തേലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മളിതുപോലെ എടുത്തതിന് ശേഷം ആദ്യം ഞാൻ ആ ചെയിനിൻ്റെ ഒരു സൈഡിലാണ് ഇട്ടത്, ഇപ്പുറത്തെ വശത്ത്. ഇനി ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ കൗണ്ട് ചെയ്ത് നാലാമത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇങ്ങനെ അത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു ജംറിങ്സ് എടുക്കണം. അതും അതുപോലെ തന്നെ ഫോർത്തിൽ നമ്മൾ കൗണ്ട് ചെയ്ത് അതിലൊന്ന് കോർത്ത് കൊടുക്കണം. അതായത് ഒന്ന് ഇപ്പുറത്തെ വശം അപ്പുറത്തെ വശം ഇപ്പുറത്തെ വശം അപ്പുറത്തെ വശം എന്ന് മാറി വേണം നിങ്ങൾ കോർത്തെടുക്കാൻ. അപ്പോൾ ഈ ജംറിങ്സ് അതുപോലെ തന്നെ കൗണ്ട് ചെയ്ത് കോർത്തെടുത്തതിന് ശേഷം അതിൽ നമുക്കൊരു ഗ്രീൻ ലീഫ് ഇട്ട് കൊടുക്കാം. അതിനിട്ടതിന് ശേഷം അതിനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മാറി നമുക്ക് ഫുള്ളും ഒന്ന് ഇതുപോലെ കോർത്തെടുക്കാം. കണ്ടോ, ഞാൻ ഫുള്ളും ഒന്ന് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഹാങ്ങിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഹെഡ് പിൻ എടുത്തതിന് ശേഷം അത് ആ ബീഡ്സിനകത്തുകൂടി കോർത്ത് നമുക്ക് പഴയതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി അത് അവിടെ വെച്ച് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ 2 ബീഡ്സ് നമുക്ക് ടൈറ്റ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഈ കുറച്ച് വലിയുള്ള ആ ജംറിങ്സ് എടുക്കണം. എന്നിട്ട് അതിനകത്ത് ഒരു ബീഡ്, എന്നിട്ടൊരു ഗ്രീൻ ലീഫ്, എന്നിട്ട് അടുത്തൊരു ബീഡ്, വീണ്ടും ഒരു ഗ്രീൻ ലീഫ്, ഇങ്ങനെ മാറി കോർത്തതിന് ശേഷം അതങ്ങനെ നമ്മുടെ ഹാങ്ങിങ്സ് ഇടാനായിട്ടുള്ള ആ പ്ലേസിൽ എൻഡിൽ തന്നെ അதைയും കോർത്തിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇതിൻ്റെ കിറ്റ് ഞാനൊന്ന് സെറ്റാക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അത് മാത്രമല്ല, എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനിതൊക്കെ കുറിച്ചൊക്കെ ലോങ് വീഡിയോ ഇട്ട് അതിൻ്റെ കിറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി പഠിച്ചതിന് ശേഷം അവർക്ക് ആ കിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് മെറ്റീരിയൽസും കൊടുക്കുന്നുണ്ട്. ഇല്ല ഇതുപോലെ ബ്രേസ്ലെറ്റ് ആവശ്യമുള്ളവർക്ക് അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആവശ്യമോ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.